മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ വ്യക്തമായ ഉത്തരമുണ്ട്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെയും പെർഫോമൻസ് അതിന്റെ വ്യക്തമായ സൂചനയായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം റൂബൻ അമോറിം വന്നതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടീമിനെയൊക്കെ അദ്ദേഹം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് 11 മാറ്റി പരീക്ഷിച്ചു. പക്ഷെ അതിന്റെയൊക്കെ റിസൾട്ട് മെല്ലെ മെല്ലെ ആണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സിസ്റ്റത്തിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രവേശിക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് ഏറ്റവും പോസിറ്റീവായ കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആയി എന്നുള്ളതാണ്. കാരണം ആ മെന്റാലിറ്റി, ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. അവസാന നിമിഷം വരെ പൊരുതാനുള്ള ആ ഒരു മനോഭാവം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സിന് വന്നിട്ടുണ്ട്. ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ നമ്മളത് കണ്ടു. തകർപ്പൻ പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിനെതിരെ കാഴ്ചവെച്ചത്. അന്ന് സമനിലയാണ് നേടിയത്. പക്ഷേ വിജയത്തിന്റെ തിളക്കമുള്ള ഒരു സമനിലയായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു പെർഫോമൻസ് തുടരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. എന്തായാലും അത് സംഭവിച്ചിരിക്കുകയാണ്. ആർസണലിനെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നു. FA കപ്പിന്റെ 4ാം റൗണ്ടിൽ കടന്നിരിക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഏതാണ്ട് 1 മണിക്കൂറിലധികം 10 പേരുമായി കളിച്ചാണ് യുണൈറ്റഡ് ഈ ഒരു മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണെങ്കിലും എക്സ്ട്രാ ടൈമിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല പ്രകടനം തന്നെയാണ് യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ യുണൈറ്റഡ് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഡിഫെൻസീവായിട്ടാണ് കളിച്ചത്. കൗണ്ടർ അറ്റാക്കുകളാണ് ആശ്രയിച്ചത്. കാരണം അവരുടെ ഒരു ഗെയിം പ്ലാൻ അതായിരുന്നു. അമോറിം വ്യക്തമായുള്ള ഒരു ഗെയിം പ്ലാൻ മുന്നോട്ട് നൽകിയിരുന്നു. അതിനനുസരിച്ചാണ് യുണൈറ്റഡ് പ്ലേയേഴ്സ് പെർഫോമൻസ് പുറത്തെടുത്തത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ചേഞ്ച്, യുണൈറ്റഡ് ടീമിലുണ്ടായ ഒരു ചേഞ്ച്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു മാറ്റമാണ്. കാരണം ബ്രൂണോ ഫെർണാണ്ടസ് ഒരു മികച്ച പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹം ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ സക്സസ്ഫുൾ ആണോ എന്നുള്ളതൊരു ചോദ്യമായിരുന്നു. പലപ്പോഴും പ്രകോപിതനാകുന്നു, മെച്യൂരിറ്റി കാണിക്കുന്നില്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങൾ നോക്കണം, ലിവർപൂളിനെതിരെ ആണെങ്കിലും ഇപ്പം ആർസണലിനെതിരെ ആണെങ്കിലും അദ്ദേഹം ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് ടീമിനെ നയിക്കുകയായിരുന്നു. എല്ലാവരെയും ഒത്തിണക്കി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ആ ഒരു ഗോൾ നേടി, നിർണായക സമയത്താണ് ആ ഒരു ഗോൾ നേടുന്നത്. അതുകൂടാതെ തന്നെ പെനൽറ്റി ഷൂട്ടൗട്ടിലെ ഫസ്റ്റ് പെനൽറ്റി എടുത്ത് ശരിക്കും ഒരു മാതൃകയായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് മാറി. അമോറിമിന്റെ ആ ഒരു ഇമ്പാക്ട് ബ്രൂണോയിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പല പ്ലേയേഴ്സിന്റെ പെർഫോമൻസും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പൊ ഗർനാച്ചോ പുറത്തു പോകുന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത്. റാഷ്ഫോർഡിനൊപ്പം തന്നെ ഗർനാച്ചോയുടെ പേരും കേട്ടു. പക്ഷെ ഗർനാച്ചോ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അമോറിമിന്റെ സിസ്റ്റത്തിൽ കോൺഫിഡൻസോടെ കളിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടു ആർസണലിനെതിരെ ആ ഒരു വൈറ്റൽ അസിസ്റ്റൻസ് അത് നൽകിയിരിക്കുന്നത് ഗർനാച്ചോ ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡിഫൻസിലെ ഒരു മാറ്റം ഇത്രയും ഒരു എവിഡന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡിഫൻസിലെ ഒരു മാറ്റമാണ്. കൈമൈ മറന്ന് എല്ലാവരും ഒരുമിച്ച് പൊരുതുന്നു. എതിരാളികൾക്ക് അധികം സ്പേസ് കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് ആർസണലിന്റെ ഏറ്റവും വലിയ ടാക്ടിക്സ് സെറ്റ് പീസുകളിൽ നിന്ന് ഗോൾ നേടുക എന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞ പ്രീമിയർ ലീഗിലെ മത്സരത്തിൽ, അതായത് ആർസണലിനെതിരെയുള്ള പ്രീമിയർ ലീഗിലെ മത്സരത്തിൽ യുണൈറ്റഡ് 2 ഗോളുകളും വഴങ്ങിയത് സെറ്റ് പീസുകളിൽ നിന്നായിരുന്നു. പക്ഷെ ആ ഒരു പ്രശ്നം മനസ്സിലാക്കി ആർസണലിനെ എങ്ങനെ കറക്റ്റായിട്ട് പ്രതിരോധിക്കണമെന്ന് യുണൈറ്റഡ് ഡിഫൻസിന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോയത്. എല്ലാ താരങ്ങളും, ഡിഫൻസിലെ എല്ലാ താരങ്ങളും മികച്ച രീതിയിൽ തന്നെ സെറ്റ് പീസുകൾ ഡിഫെൻഡ് ചെയ്തു, കോർണറുകൾ ഡിഫെൻഡ് ചെയ്തു. ആ രീതിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് യുണൈറ്റഡിന്റെ നിരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മെഗ്വയർ ആണെങ്കിൽ മെഗ്വയറിന് കഴിയുന്ന രീതിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു, ക്ലിയറൻസ് ഉണ്ടായിരുന്നു. ശരിക്കും ആ ഒരു ഡിഫൻസിലെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹം കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മസ്റോയി ആസ് യൂഷ്വൽ അധ്വാനിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ലിസാൻഡ്രോ ആണെങ്കിലും ഡിലീറ്റിന്റെ ഒരു ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു കിഡിലൻ ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഒന്നടങ്കം ഒത്തിണക്കത്തോടെ കളിക്കുന്നു എന്നുള്ളത്. ഇപ്പം സിക്സിയെ തന്നെ നോക്കുക. സിക്സിയുടെ ഒക്കെ ഒരു ബോഡി ലാംഗ്വേജ് കഴിഞ്ഞ 2 മത്സരങ്ങൾക്കൊക്കെ മുമ്പ് നമുക്ക് എന്താണെന്ന് അറിയായിരുന്നു. പക്ഷെ അതിലൊരു ചേഞ്ച് കാണുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പെനൽറ്റി ഷൂട്ടറിൽ ഏറ്റവും അവസാനത്തെ കിക്ക് എടുത്തത് സിക്സിയാണ്. സിക്സി അത് വൈറ്റൽ കിക്കായിരുന്നു. അത് മനോഹരമായി തന്നെ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കോൺഫിഡൻസോടെ സിക്സി അത് ഗോളാക്കി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തിച്ചു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി യുണൈറ്റഡിന് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ വരും മത്സരങ്ങളിലൊക്കെ ഒരു വലിയ ഗുണം നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ കളിക്കുന്ന ഒരു യുണൈറ്റഡിനെ, പോരാട്ട വീര്യത്തോടെ കളിക്കുന്ന ഒരു യുണൈറ്റഡിനെ നമുക്ക് അടുത്ത കാലത്തൊന്നും കാണാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് 2 മത്സരങ്ങൾ, വമ്പൻ മത്സരങ്ങളിൽ, അത് ഒരു റെയർ സ്പെക്ടാക്കിൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ എന്തായാലും ഒരു മാറ്റം അമോറിമിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ യുണൈറ്റഡ് സംബന്ധിച്ച് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ടീമിൽ ഓവർഹോളൊക്കെ ആവശ്യം തന്നെയാണ്. പല താരങ്ങളുടെയും പ്രശ്നം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അമോറിമിന് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ലിവർപൂളിനെ ആദ്യം ഒന്ന് ഞെട്ടിച്ചു, ഇപ്പം ആർസണലിനെയും. കാരണം ആർസണലിനൊക്കെ എത്ര അവസരങ്ങളാണ് ലഭിച്ചത്, പക്ഷെ ആ അവസരങ്ങളൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ആ രീതിയിൽ ഗെയിം കൺട്രോൾ ചെയ്യാൻ, അതായത് വിത്തൗട്ട് ബോൾ ഗെയിം കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ യുണൈറ്റഡിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതൊരു വലിയ ചേഞ്ച് തന്നെയാണ്. പിന്നെ നമ്മൾ മറന്നുപോയി അൽതൈ ബൈന്ദറിന്റെ പെർഫോമൻസ്. അൽതൈ ബൈന്ദർ
ഇന്നലത്തെ ഹീറോ ആയിരുന്നു. നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. 2 പെനൽറ്റി സേവ് ചെയ്തു, പിന്നെ അതുകൂടാതെ മറ്റ് തകർപ്പൻ സേവുകൾ ഉണ്ടായിരുന്നു. ശരിക്കും യുണൈറ്റഡിന്റെ ആ ഒരു വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ബൈന്ദീർ ആയിരുന്നു. ബൈന്ദീറിന് കിട്ടിയ അവസരം ബൈന്ദീർ മുതലാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ കരബാവ് കപ്പിലെ മത്സരത്തിൽ ടോട്ടൻഹാമിനെതിരെ ഒരു സ്ലോപ്പി പെർഫോമൻസ് ആയിരുന്നു ബൈന്ദീറിന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ അതിന് ശേഷം ഒരുപാട് വിമർശനങ്ങളൊക്കെ അദ്ദേഹം കേട്ടിരുന്നു. ഇപ്പൊ ഈ ഒരു മത്സരത്തിൽ തന്നെ ആസലിനെതിരെ തന്നെ തുടക്കത്തിൽ അല്പം സ്ലോപ്പി ആയിരുന്നു പെർഫോമൻസ്, കിക്കുകളൊക്കെ പ്രശ്നമായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു പെനാൽറ്റി സേവ് ചെയ്ത് പിന്നീട് വേറൊരു ബൈന്ദരെയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും അമോറിം നൽകുന്ന ആ ഒരു കോൺഫിഡൻസ്, അതായത് എല്ലാവർക്കും അവസരം നൽകുന്നു, എല്ലാവർക്കും ഉയർന്നു വരാനുള്ള അവസരം നൽകുന്നു, എന്നിട്ട് ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ള അമോറിമിന്റെ ആ ഒരു സ്റ്റൈൽ, അതെന്തായാലും ഇവരെല്ലാം നല്ല പോസിറ്റീവോടെ തന്നെയാണ് അതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാണ്ട് വലിയ റോഡ് തന്നെയാണ് യുണൈറ്റഡിന് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ആസ് ഓഫ് നൗ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച് അവർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു പ്രകടനമാണ് ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.